നെഞ്ചം തഴുകിത്തലോടും യേശുവല്ലോ എൻ്റെ ദൈവം. തകരുന്ന നെഞ്ചം തഴുകിത്തലോടും യേശുവല്ലോ എൻ്റെ ദൈവം. ഒഴുകുന്ന കണ്ണീർ കനിവാൽ തുടയ്ക്കും നാഥനല്ലോ നല്ലത്. ഓർമ്മകൾ തൻ പൂവാടിയിൽ ഒരായിരം പൂവിരിഞ്ഞു. ഓടിവന്നു എന്നോർമ്മയിൽ എൻ കുഞ്ഞു ബാല്യകാലം. മങ്ങിടുമോ മനസ്സിനുള്ളിൽ മായാത്ത എന്നോർമ്മകൾ? ഒഴുകിയിടുമോ സ്മരണകൾ തൻ തെളിവാർന്ന കുഞ്ഞോളങ്ങൾ? ഓർമ്മകൾ തൻ പൂവാടിയിൽ ഒരായിരം പൂവിരിഞ്ഞു. മൂവന്തിയിൽ പ്രാർത്ഥനാമുറിയിൽ തിരികൾ തെളിച്ചൊരാ കാലം. മുട്ടുകുത്തി ഞാൻ കൈകൾ കൂപ്പി ജപമാല ചൊല്ലിയ കാലം. ഈശോദൻ സ്തുതിഗീതം പാടി മാതാവിൻ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിച്ചൊരാ നല്ല കാലം. പോയത്ര സുന്ദര ബാല്യം. ഓർമ്മകൾ തൻ പൂവാടിയിൽ ഒരായിരം പൂവിരിഞ്ഞു. എന്നമ്മ തൻ കൈ പിടിച്ചന്നു ഞാൻ പള്ളിയിൽ പോയൊരാ കാലം. കർമ്മല മാതാവിൻ ദിവ്യസ്വരൂപത്തിൻ മുൻപിൽ ഞാൻ നിന്നൊരാ ബാല്യം. ഉണ്ണിയെ കൈകളിലേന്തി സ്നേഹത്തിൻ പുഞ്ചിരി തൂകി
ഒരായിരം പൂവിരിഞ്ഞു. ഓടി വന്നു എന്നോർമ്മയിൽ എൻ കുഞ്ഞു ബാല്യകാലം. വന്നിടുമോ മനസ്സിനുള്ളിൽ മായാത്ത എന്നോർമ്മകൾ? ഒഴുകിയിടുമോ സ്മരണകൾ തൻ തെളിവാർന്ന കുഞ്ഞോളങ്ങൾ? ഓർമ്മകൾ തൻ പൂവാടിയിൽ ഒരായിരം പൂവിരിഞ്ഞു. കാൽവരി മലയിലെ ബലിപീഠം കൈകൾ നീട്ടി വിളിപ്പൂ. കാൽവരി മലയിലെ ബലിപീഠം കൈകൾ നീട്ടി വിളിപ്പൂ. ബലിയാകാനും ബലിയേകാനും വരുവിൻ പ്രിയജനമേ, വരുവിൻ പ്രിയജനമേ. ഇതെന്റെ ആദ്യ ബലി പോലെ, ഇതെന്റെ ഏക ബലി പോലെ, ഇതെന്റെ അന്ത്യ ബലി പോലെ യേശുവിനർപ്പിക്കാം. ഇതെന്റെ ആദ്യ ബലി പോലെ, ഇതെന്റെ ഏക ബലി പോലെ, ഇതെന്റെ അന്ത്യ ബലി പോലെ യേശുവിനർപ്പിക്കാം. അന്നാ പെസഹാ തിരുനാളിൽ അപ്പം വാഴ്ത്തി മുറിച്ചതുപോലിന്നീ പാവന പീഠത്തിൽ മാംസനിണങ്ങൾ പകരുമ്പോൾ എന്നിലെ ഞാനിന്നീശോയിൽ അലിഞ്ഞു ചേർന്നിടാം. എന്നിലെ ഞാനിന്നീശോയിൽ അലിഞ്ഞു ചേർന്നിടാം. ഇതെന്റെ ആദ്യ ബലി പോലെ, ഇതെന്റെ ഏക ബലി പോലെ, ഇതെന്റെ അന്ത്യ ബലി പോലെ യേശുവിനർപ്പിക്കാം. അന്നാ കുരിശിൽ കാൽവരിയിൽ രക്തശരീരമണച്ചതുപോലിന്നീ പാവന പീഠത്തിൽ ഈശോ ബലിയായി തീരുമ്പോൾ എന്നിലെ എന്നെ മുഴുവനുമായി ബലിയായി നൽകിടാം. എന്നിലെ എന്നെ മുഴുവനുമായി ബലിയായി നൽകിടാം. ഇതെന്റെ ആദ്യ ബലി പോലെ, ഇതെന്റെ ഏക ബലി പോലെ, ഇതെന്റെ അന്ത്യ ബലി പോലെ യേശുവിനർപ്പിക്കാം.
ബലി പോലെ ഇതെന്റെ ഏകബലി പോലെ ഇതെന്റെ അന്ത്യബലി പോലെ യേശുവിനർപ്പിക്കാം. രക്തത്താലെഴുതിയ വിൽപത്രത്തിൽ എൻ്റെ കർത്താവ് കുറിച്ചു വച്ചു, എന്നും നിനക്കായി നൽകുന്നു ഞാൻ എൻ്റെ ഈ സ്നേഹസമ്മാനം. രക്തത്താലെഴുതിയ വിൽപത്രത്തിൽ എൻ്റെ കർത്താവ് കുറിച്ചു വച്ചു, എന്നും നിനക്കായി നൽകുന്നു ഞാൻ എൻ്റെ ഈ സ്നേഹസമ്മാനം. എൻ്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. എൻ്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. ദുഷ്ടാരൂപികൾ എൻ്റെ ഈ അമ്മയെ ശത്രുതയോടെ എതിർത്തിടുമ്പോൾ, ആരോപണങ്ങളാൽ എൻ്റെ നല്ലമ്മ തൻ നാമത്തെ തള്ളി പറഞ്ഞിടുമ്പോൾ, അമ്മ തൻ കൂടെ നീ നിന്നിടണം, അമ്മ തൻ മഹത്വം വർണ്ണിക്കേണം. ദൈവത്തിൻ അമ്മയാം മറിയത്തിൻ നാമം അഭിമാനമോടെ പ്രഘോഷിക്കണം. എൻ്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. എൻ്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. സഭരാജ്ഞിയായ എൻ്റെ ഈ അമ്മ നിൻ കൈകൾ പിടിച്ചു നടത്തിയിടുമ്പോൾ, തിരുവുത്തരീയമാം കാപ്പയിൽ നിന്നെ പൊതിഞ്ഞു തൻ ജപമാല ചൊല്ലിക്കുമ്പോൾ, ഭക്തിയോടമ്മയെ നീ കേൾക്കണം, അനുസരിച്ചിടുന്ന കുഞ്ഞാകണം. അമ്മ തന്നപദാനം ധ്യാനിച്ചു
വിളിച്ചു പാടണം, ലോകത്തിലെങ്ങും പ്രകീർത്തിക്കണം. എന്റെയമ്മ ഇനി നിന്റെയമ്മ, ഇതാ ഇതാ നിന്റെയമ്മ. എന്റെയമ്മ ഇനി നിന്റെയമ്മ, ഇതാ ഇതാ നിന്റെയമ്മ. രക്തത്താലെഴുതിയ വിൽപത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു, എന്നും നിനക്കായി നൽകുന്നു ഞാൻ എൻ്റെ ഈ സ്നേഹസമ്മാനം. രക്തത്താലെഴുതിയ വിൽപത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു, എന്നും നിനക്കായി നൽകുന്നു ഞാൻ എൻ്റെ ഈ സ്നേഹസമ്മാനം. എന്റെയമ്മ ഇനി നിന്റെയമ്മ, ഇതാ ഇതാ നിന്റെയമ്മ. എന്റെയമ്മ ഇനി നിന്റെയമ്മ, ഇതാ ഇതാ നിന്റെയമ്മ. കന്യകളെ കരയുന്നവരെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നതിന്റെ വാഗ്ദാന പ്രതീക്ഷ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Amen.
കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ വാശികളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവിന്റെ ആകാശത്തിലും ഭൂമിയിലും സ്തുതിരകനാകും. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശനിയാകും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബരാഗം ഇസഹാക്യാക്കോ മഹിതാശയതൻ പരിപാവനമാ ബലികൾ പോലെ പുരുവത്സലരാം ശ്രീകരമരുപോ വിനയാനിധരാ തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൽ നാഥ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം
നമ്മോടുകൂടെ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രമിപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാവം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മനമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി അവിടുന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാത്ഭുതനെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി റാണിപ്പോൾ പാലാട്ടി നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവരും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യനെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന സംഭവമാണ് ഓരോ മരണവും. ജീവിതം ഒരു യാത്രയാണ്. അത് ലക്ഷ്യത്തിലേക്ക് കണ്ണുനട്ട് നടന്നു നീങ്ങി അവസാനിപ്പിച്ച്, ജീവിതം ഒരു യുദ്ധമാണ്. അത് പയറ്റി വിജയിപ്പിച്ച്, ജീവിതം ഒരു തീർത്ഥാടനമാണ്. അത് ഭക്തിമയമാക്കി അവസാനിപ്പിച്ച്, കിരീടം കരസ്ഥമാക്കി ദിവ്യനാഥന്റെ അരികിലേക്ക് യാത്രയാകുന്ന സിസ്റ്റർ റാണി പോൾ. എറണാകുളം അതിരൂപതയിൽ എടക്കുന്ന ഇടവകയിൽ പാലാട്ടി കുടുംബത്തിൽ പോളിൻ്റെയും വേറോനിക്കയുടെയും 7 മക്കളിൽ ആദ്യ സന്താനമായി 21/6/1957 ജനിച്ച് മാമോദീസായിലൂടെ ആദ്യമായി ഈശോയുടെ വിളി സ്വീകരിച്ചു. 1967 സ്ഥൈര്യവരം സ്വീകരിച്ചു. തുടർന്ന് SSLC പഠനത്തിന് ശേഷം തൻ്റെ വിളി തിരഞ്ഞെടുക്കുന്നതിനായി കിളിയന്തറ മഠത്തിൽ 3 മാസക്കാലം താമസിച്ചു. 1978 സന്യാസ പരിശീലനത്തിൻ്റെ ആദ്യപടിയായ ആസ്പിരൻസിയും പോസ്റ്റലൻസിയും പൂർത്തിയാക്കിയ ശേഷം 1980 നോവിഷ്യത്തിൽ പ്രവേശിച്ചു. 1982 തൻ്റെ വിളിക്ക് പൂർണ്ണമായ പ്രത്യുത്തരം നൽകി തലശ്ശേരി കത്തീഡ്രലിൽ വെച്ച് അഭിവന്യ വള്ളപ്പള്ളി പിതാവിൽ നിന്ന് സഭാവസ്ത്രം സ്വീകരിച്ച് ആദിവ്രതം ചെയ്ത് സമൂഹത്തിൻ്റെ സ്വന്തമായി. പിന്നീട് 1 വർഷക്കാലം മണക്കടവ് പ്രൈവറ്റ് സ്കൂളിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വിദ്യയുടെ ബാലപാഠങ്ങൾ പകർന്നുകൊടുത്ത ശേഷം 1983 ജോസ്ഗിരി ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചു. 1985 ബീഹാറിലെ ഹസാരിബാഗിൽ സെക്രട്ടേറിയൽ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം തൻ്റെ സേവനം ജോസ്ഗിരി ഹോസ്പിറ്റലിൽ തന്നെ തുടർന്നു. 1989 നിത്യമായ വ്രതസമർപ്പണത്തിലൂടെ ദിവ്യനാഥന് തന്നെ സമർപ്പിച്ചു. ഈ കാലയളവിൽ തൻ്റെ സമർപ്പണത്തിൻ്റെ മൂല്യം ഉരച്ചു നോക്കി വിശുദ്ധീകരിക്കുവാനായി എപ്പിലെപ്സി എന്ന മാരക രോഗത്തിന് അടിമയായ സിസ്റ്റർ റാണിക്ക് പലപ്പോഴും ദിവ്യനാഥനെ ദർശിക്കത്തക്ക വിധം മരണത്തെ മുഖാഭിമുഖം ദർശിക്കത്തക്ക രൂക്ഷമായിരുന്നു രോഗപീഠകൾ. രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി അധികാരികൾ എല്ലാവിധ മാർഗങ്ങളും സ്വീകരിച്ചെങ്കിലും രോഗത്തിന് കുറവൊന്നും ഉണ്ടായില്ല. രോഗവും മരുന്നും സിസ്റ്റർ റാണിയെ കീഴ്പ്പെടുത്തിയപ്പോഴും
ജോസ്ഗിരി ഹോസ്പിറ്റലിൽ തൻ്റെ ജോലി സന്തോഷത്തോടെ അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് തുടർന്നു പോന്നു. പിന്നീട് മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും പ്രതീക്ഷിച്ച് തിരക്കേറിയ ജോലിയിൽ നിന്ന് മാറി ഡിവൈൻ റിട്രീറ്റ് സെന്റർ, ജനറലേറ്റ്, കണിച്ചാർ എന്നിവിടങ്ങളിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. എന്നാലും രോഗം പലപ്പോഴും സിസ്റ്റർ റാണിയെ അലട്ടിയിരുന്നത് കൊണ്ട് ജോസ്ഗിരി ഹോസ്പിറ്റലിൽ തിരിച്ചെത്തി സേവനത്തിലൂടെയും നിത്യാരാധനയിലൂടെയും തൻ്റെ ദൗത്യം തുടർന്നു പോന്നു. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും രോഗി സന്ദർശനത്തിലൂടെയും തൻ്റെ ജീവിതം ജോസ്ഗിരി ഹോസ്പിറ്റലിൽ തുടർന്നുകൊണ്ടിരിക്കവേ തൻ്റെ സമ്പാദ്യങ്ങളും സ്നേഹിതരെയും ബന്ധുക്കളെയും വഴിയിൽ നിർത്തി കൂടെ പോരാൻ ദിവ്യനാഥൻ വിളിച്ച സമയം നമ്മെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നെങ്കിലും സിസ്റ്റർ റാണി എന്നും ഒരുങ്ങിയാണിരുന്നിരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും സന്തോഷത്തോടെ എല്ലാവരോടും സംസാരിക്കുകയും കരുതുകയും സ്നേഹിക്കുകയും നല്ലതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റർ റാണി ഒരു ദിവസത്തെ ശുശ്രൂഷ പോലും നമ്മിൽ നിന്ന് സ്വീകരിക്കുവാൻ കാത്തു നിൽക്കാതെ ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് പറന്നുപോയതുപോലെ തോന്നുന്നു. മരണം വന്ന് മാടി വിളിച്ചപ്പോൾ ആരെയും നോക്കാതെ, ആരെയും കൂട്ടിന് വിളിക്കാതെ സിസ്റ്റർ റാണി ഒക്ടോബർ 20 5 മണിക്ക് നിത്യാരാധന ജോസ്ഗിരിയിൽ നിന്നും തൻ്റെ ഏക ലക്ഷ്യമായ ഈശോയുടെ അടുത്ത് തുടരാനായി യാത്രയായി. വേർപാട് വേദനാജനകമാണെങ്കിലും നാം എല്ലാവരും ഈ പാത കടന്നു പോകണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കടന്നു പോകേണ്ട വഴിയിൽ ആരെയും നോക്കി നിൽക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ വേഗത്തിൽ കടന്നു പോകാൻ സാധിച്ച സിസ്റ്റർ റാണിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ റാണിയെ ദിവികാരുണ്യ ആരാധന സഭയ്ക്ക് നൽകിയ മാതാപിതാക്കളോടും സിസ്റ്റർ റാണിയെ പിൻചെന്ന് ദിവികാരുണ്യ ആരാധന സന്യാസിനി സമൂഹത്തിലായിരിക്കുന്ന അനുജത്തിമാർ സിസ്റ്റർ സെലിനോടും സിസ്റ്റർ ഡേസിയോടും മറ്റ് സഹോദരങ്ങൾ ജോയ്സൺ, ജോർജ്, ജോഷി, റെനി എന്നിവരോടും മറ്റു കുടുംബാംഗങ്ങളോടും ചേർത്ത് നമുക്കൊരുമിച്ച് സിസ്റ്റർ റാണിക്ക് യാത്രാമംഗളങ്ങൾ നേർന്ന് പ്രാർത്ഥിക്കാം. അനുദപിക്കുന്ന പാപികളിൽ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനീരമേ ആശീർവദിക്കണമേ. ഈ ജലത്താരത്തെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസ്വസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തെ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചക്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭൂമിയിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച ഈ സഹോദരിയെ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ഹൃദയം ഒരുങ്ങി നിൽക്കുന്നു. വിധിയുടെ വാതിൽ തുറന്നു കഴിഞ്ഞു, ദൈവിക സന്നിധി അണയുന്നു ഞാൻ. കണ്ണത് കണ്ടിട്ടില്ല, കാതുകളൊന്നും കേട്ടിട്ടില്ല. സുരവതിയുടെ മാതിരിയേതും മാനവഹൃദയം അറിഞ്ഞിട്ടില്ല. പോകുന്നു ഞാൻ നേർവഴി കാട്ടും ദൂതനു പിന്നിൽ
കർത്താവേ നിൻ കരുണ തുളുമ്പും കരവല്ലികളാണ് ആശ്രയമെന്നും. ദൈവമേ അനുഗ്രഹിക്കണമേ, കാഹളവിളി കേട്ടന്തിമനാളിൽ മൃതരെല്ലാവരും മറന്നു വരുമ്പോൾ നൈരാശ്യത്തിൻ നിലവിളിയോടെ ദുഷ്ടജനങ്ങൾ വേർപിരിയുമ്പോൾ കനിയോട് നാഥാ നിത്യവിരുന്നിൽ പറുദീസായിൽ ചേർക്കണമെന്നേ. നിത്യവും അനവധി പാപം ചെയ്തേ ശിക്ഷകളോർത്തു ഞടുങ്ങുന്നു ഞാൻ. വത്സരമെല്ലാം ഓടിയകന്നു, പരിമിതമല്ലോ ജീവിതകാലം. നിത്യവിധിക്കായും മുമ്പേ മോചനമേകണമെൻ പ്രിയനാഥ. സ്വന്തം കുരിശുമെടുത്ത് പിന്നാലെ വട്ടെ നിർത്തിയിരുത്താതെ അങ്ങയുടെ ഉപദേശം പ്രായോഗികമാക്കിക്കൊണ്ട് ലോകത്ത് ജീവിച്ച ഈ സഹോദരി പരിശുദ്ധന്മാരുടെ ഫലത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്തിമയാത്രപുറപ്പെടുമേ, ആശ്രയമോചനമേകണമേ. കർത്താവേ നിൻ കൃപയാലേ നിത്യാനന്ദവും അരുളണമേ. അന്തിമയാത്ര പുറപ്പെടുമീ ദാസിക്കാശ്രയമേകണമേ. കർത്താവേ നിൻ കൃപയാലേ നിത്യാനന്ദവും അരുളണമേ. വിളിച്ചുടനെ പുറമോട് സന്നിധി ചേർന്നു ഞാൻ. സാദരമങ്ങേ പൂവനിയിൽ ജോലിക്കായി സ്വയം അർപ്പിച്ചു. അന്തിമയാത്ര പുറപ്പെടുമീ ദാസിക്കാശ്രയമേകണമേ. കർത്താവേ നിൻ കൃപയാലേ നിത്യാനന്ദവും അരുളണമേ. നിന്റെ സന്നിധിയിൽ ദിവ്യസുമങ്ങൾ കൊലുത്തല്ലോ. ആരാധനയാത്മാവിൻ കഴിവുകൾ കാഴ്ചയണച്ചല്ലോ. അവിടുന്ന് കരുണയുള്ളവനാണല്ലോ, പൂർണ്ണമായ രക്ഷ അവിടുത്തെ പക്കലാകുന്നു. അവിടുന്ന് സായനെ അവിടെ പാപങ്ങൾ നാം രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണ്യവാനും മനുഷ്യരുടെ ദർശനമായ കർത്താവേ, അഭേദ്യമായ ഘടകത്തിനനുസരിച്ച് ലോകത്തിന് വേർതിരിഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി അനുഗ്രഹിക്കണമേ. വിചാരതലവരത്താൽ പ്രവർത്തിയാലും ഈ ആഴ്ചയിൽ പോയ എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധ സമൂഹത്തിലേക്ക് ഇയാൾ പ്രവേശിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ.
സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമേട് ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പുറത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമൂലം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ മഹനീയമായ ദുരിതത്തിന്റെ സംഭൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലെപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആദ്യമായി കേഴുന്നു ദൈവമേ എന്നെ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥാ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു. നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോൽ സകലേശാ നിന്നെ ഞാൻ കാത്തിരിപ്പു. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ. ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ടിരിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ
പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. സഹോദരനെ, പ്രത്യാശയില്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവരോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവും ഉയരും പകരം മൊഴികൾ ഓതാം. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ ഭാഗ്യം നിറയും വലിയൊരു നിധിയിൽ പൂവിൽ. ഈ സഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. മൃദുലീ ശബ്ദം കേട്ടിൽ ജീവൻ നേടും, സ്വർഗ്ഗം പോകും ചേരിൽ. ഇതു നിരസിക്കിൽ ജീവിപ്പവരും മൃതരായിത്തീരും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടി. വിശ്വമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 25-31 മുതലുള്ള തിരുവചനങ്ങൾ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടി മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്നെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നു. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ പോരാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ വലതുവശത്തും പോരാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കി ഈ രാജ്യം അവകാശപ്പെടുന്നുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു നിങ്ങൾ എന്റെ ഇടയിൽ വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചതെപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും വലിയ ഈ സഹോദരനിൽ ഒരുവൻ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങളിൽ നിന്ന് ആകുന്ന പിശാചിനും അവരുടെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല, ഞാൻ പരദേശിയായി നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, ഞാൻ നഗ്നനായിരുന്നു എന്നെ കുടിപ്പിച്ചില്ല, രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനായി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിലൊരുവൻ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്.
ഇവർ വിദ്യാഗ്നിയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുസുറാനിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, മറ്റ് പ്രസിദ്ധീകരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, വളരെ ഔപചാരികമായിട്ടുള്ള ഒരു സമയത്ത് നമ്മോട് വിട പറഞ്ഞ സഹോദരി റാണിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, റാണിയോടൊപ്പം പ്രവർത്തിച്ച റാണി ജോസിലി കോൺവെന്റിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സിസ്റ്റർ റാണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനാ സമൂഹത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവരോടും തലശ്ശേരി രൂപതയുടെ പേരിലും തലശ്ശേരിയിലെ അഭിപിതാവിൻ്റെയും വൈദികരുടെയും ദൈവദിനത്തിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും സീനിയേഴ്സിൻ്റെയും എല്ലാ പേരിലുള്ള ഹൃദയപൂർവ്വമായിട്ടുള്ള അനുശോചനം ഞാൻ അറിയിക്കുന്നു. ഇന്നലെ സിസ്റ്റർ റാണിയുടെ മരണത്തെപ്പറ്റി ഞാൻ കേട്ടപ്പോൾ പെട്ടെന്ന് ശരിക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടായത്. റാണിക്ക് 54 വയസ്സേ ഉള്ളൂ. ഇത്ര വേഗം ലോകത്തോട് വിടറിയുവാനുള്ള പ്രത്യേകമായിട്ട് എന്തെങ്കിലും അസുഖം, സാധാരണ ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമുള്ളതായിട്ട് അറിഞ്ഞിരുന്നില്ല. വളരെ സുദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടത്തെ അടുപ്പവും സ്നേഹവും സൗഹൃദവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. റാണിയോട് സ്നേഹവും റാണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ അതെങ്ങനെയാണെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. നിർമ്മലഗിരി കോളേജുമായിട്ടും പ്രത്യേകിച്ച് റാണിയുടെ ഹോസ്പിറ്റലുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്തുവാൻ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ എറണാകുളം പ്രൊവിൻസിൽ നിന്നും നിർമ്മലഗിരി കോളേജിൽ ജോലി ചെയ്തിരുന്ന സിസ്റ്റർ ബൊനീസുമായിട്ട് പരിചയപ്പെടുവാനിടയായി. വളരെ വലിയ ഒരു സൗഹൃദം സിസ്റ്ററിനെ പരിചയപ്പെട്ട കാലം മുതലുണ്ടായിരുന്നു. അന്ന് ദൈവവിളിയുടെ ആരംഭത്തിൽ ദൈവവിളിയെ ചിന്തിച്ചിരുന്ന 2 സഹോദരിമാരെ എന്നെ പരിചയപ്പെടുത്തിയിരുന്നു. റാണിയും സെലീനും. എനിക്ക് ആ പേര് നന്നായിട്ട് അറിയാം. കാരണം എന്നോട് സിസ്റ്റർ ബൊനീസ് പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ സിസ്റ്റേഴ്സ് ആകാൻ വേണ്ടി, നല്ല സിസ്റ്റേഴ്സ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറയാറുണ്ടായിരുന്നു. അന്ന് അവരുടെ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 1982 തോന്നുന്നു സിസ്റ്റർ റാണി തലശ്ശേരി രൂപതയുടെ ഒരംഗമായിട്ട്. പിന്നീട് കുറേ ദീർഘകാലത്തേക്ക് ഞാൻ തലശ്ശേരിയിലായിരുന്നു. സിസ്റ്റർ റാണിയും ഏറെക്കാലം തലശ്ശേരിയിലായിരുന്നു. എനിക്ക് കുറേ കാലം റാണി ജോസിലിയിൽ ഹോസ്പിറ്റലിൽ കുർബാന ചെല്ലേണ്ട, ഞാനവിടുത്തെ ചാപ്പലിനായിട്ട് കുർബാന ചെയ്തിരുന്നു. ആ കാലഘട്ടങ്ങളിൽ റാണി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റാണിയുമായിട്ട് വളരെയേറെ വലിയ സൗഹൃദം പുലർത്തുന്നതിനും റാണിയെ വളരെ അടുത്തറിയുന്നതിനും കാരണമായിട്ടുണ്ട്.
റാണി ശിശുക്കളുടേതായിട്ടുള്ള നൈർമല്യം പുലർത്തുന്ന ഒരു സിസ്റ്ററാണെന്നാണ്. ഹൃദയത്തിൻ്റെതായിട്ടുള്ള നൈർമല്യവും നിഷ്കപടതയും എന്നും കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു നല്ല സഹോദരിയായിട്ട് ഞാൻ റാണിയെ കാണുകയാണ്. ഒരു സഹോദരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള കാരണമുണ്ട്. അവൾ സന്യാസിനിയായി വ്രതവാഗ്ദാനം അല്ലെങ്കിൽ നിത്യവ്രതം അനുഷ്ഠിച്ച ആ കാലഘട്ടം മുതൽ എന്നും രോഗിണിയായിരുന്നു. ഒരുപക്ഷെ നിത്യവ്രതവാഗ്ദാനത്തിന് മുമ്പ് അവൾ രോഗിയായിരുന്നെങ്കിൽ ഒരു സന്യാസിനിയായിട്ട് തുടരുവാൻ കഴിയുമായിരുന്നോ എന്നൊരു സംശയമാണ്. പക്ഷേ ദൈവം അവൾ സന്യാസിനിയായിരിക്കണമെന്നും ആരാധനാമണ്ഡലത്തിൻ്റെ ഒരു സജീവ അംഗമായിരിക്കണമെന്നും ആഗ്രഹിച്ചതുകൊണ്ട് നിത്യവ്രത വാഗ്ദാനം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ രോഗിണിയായിട്ട് മാറിയത്. അതിനുശേഷം മരണം വരെ അവൾ മിക്കവാറും രോഗത്തിൻ്റെ പിടിയിൽ തന്നെയായിരുന്നു. രോഗിണിയായിരുന്നെങ്കിലും റാണിയെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, അവളൊരിക്കലും തൻ്റെ രോഗത്തെ പറ്റി ആരോടെങ്കിലും പറയുകയോ അപരാധി പറയുകയോ ഒന്നും ചെയ്യുകയില്ല. എല്ലാവർക്കും സാധിക്കുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഉത്തമയായ സന്യാസിനിയായിരുന്നു റാണിയെന്ന് എൻ്റെ അനുഭവം എനിക്ക് പറയുവാൻ കഴിയും. ജോസിനിയിലെ സിസ്റ്റേഴ്സ് അറിയാം, അവിടെ റാണി പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു റിസപ്ഷനിസ്റ്റ് എന്നുള്ള നിലയിലാണ്. റിസപ്ഷനിസ്റ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ റാണിയുടെ അടുക്കൽ ചെന്ന് സംസാരിക്കാനും അങ്ങനെ സംസാരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇടപെടുന്നവർക്കും ആ റിസപ്ഷനിസ്റ്റിനെ പറ്റി വളരെയേറെ മതിപ്പും സ്നേഹവും ബഹുമാനവും ഉളവാക്കത്തക്ക രീതിയിലുള്ള വളരെ സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയും രീതിയുമായിരുന്നു റാണിയുടേത്. വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് റാണിയെ പറ്റി ആർക്കും പറയുവാൻ തോന്നുന്നില്ല. ഒരു സുപ്പീരിയറായിട്ടോ അതല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സമൂഹത്തിന് മുമ്പിൽ ഉന്നതമായിട്ടുള്ള ഏതെങ്കിലും സേവനങ്ങൾ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഒരു സാധാരണ ഒരു വ്യക്തിയുടേതായിട്ടുള്ള ഒരു സന്യാസിയുടേതായിട്ടുള്ള സേവനങ്ങളെല്ലാം രോഗിണിയായിരുന്നപ്പോഴും എല്ലായ്പ്പോഴും വളരെ സന്തോഷത്തോടുകൂടി സുസ്മേരവദനയായി അവൾ ചെയ്തിരുന്നു. നൈർമല്യം, ഹൃദയത്തിൻ്റെ നൈർമല്യവും നിഷ്കപടതയും കാത്തു സൂക്ഷിച്ച ഒരു വളരെ വിശുദ്ധിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ സിസ്റ്റർ റാണിയെ കാണുക. നമുക്ക് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സിസ്റ്റർ റാണിയോടും പ്രാർത്ഥിക്കാമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഒരിക്കൽ കൂടി ആരെങ്കിലും ഈ സഹോദരിയുടെ വേർപാടിൽ വളരെയേറെ വേദനിക്കുന്നുണ്ടെങ്കിൽ അവരോട് അനുശോചനം പറയുന്നതോടൊപ്പം തന്നെ കൂടുതൽ പ്രത്യാശയോടും സന്തോഷത്തോടും കൂടി ദൈവത്തിന് നന്ദി പറയുവാനുള്ള അവസരമായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തെയും സഹോദരിയുടെ വേർപാടിനെയും കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്വസ്തനായ ഭൃത്യനെ പോലെയും അങ്ങയുടെ വരവ് കാത്തിരുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മനോഹരയിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന സഭാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും ആശ്വാസവും പ്രതീക്ഷയും പകർന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോ വഴിയാ
വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. ഞാൻ ചെയ്ത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കരുണാനിധിയാം
കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും നിഷ്കളങ്കതയും ആഴമായ വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും പുഞ്ചിരിയുടെയും പ്രവാചികയായി നമ്മോടുകൂടെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ. ഒരിക്കലും മറന്നു പോകാനാവാത്ത വിധം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കുന്ന റാണി സിസ്റ്ററിന് അന്തിമ ഉപചാരങ്ങൾ അർപ്പിക്കാൻ നാം ഒരുമിച്ച് ചേരുമ്പോൾ ഹൃദയത്തിലുയരുന്ന നെടുവീർപ്പുകളും ദൈവത്തിനു മുമ്പിൽ കാണിക്കയായി സമർപ്പിക്കാം. പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനുമായി കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറയുന്നതിന് ബഹുമാനപ്പെട്ട മദർ പ്രൊവിൻഷ്യലിന്റെ അഭാവത്തിൽ പ്രതിനിധിയായി പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ അനില മണ്ണൂർ. ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിലെ തിരുസന്നിധി അലങ്കരിക്കുവാൻ വേണ്ടി ആരാധനാ സഭയിൽ നിന്നും ഇറുത്തെടുക്കപ്പെട്ട പനിനീർ പൂവാണ് ഇപ്പോൾ മൗനമായ ഭാഷയിൽ നമ്മോട് വിട പറഞ്ഞിരിക്കുന്ന റാണി സിസ്റ്റർ. രോഗവും ക്ലേശവും സഹനങ്ങളുമാകുന്ന തീച്ചൂളയിൽ ഉരുക്കി വാർക്കപ്പെട്ട ജീവിതവുമായിട്ടാണ് ദിവ്യനാഥന്റെ തിരുമുഖം ദർശിക്കുവാൻ വേണ്ടി നമ്മുടെ റാണി സിസ്റ്റർ ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. ആരാധനാ സഭയ്ക്ക്, പ്രത്യേകിച്ചും തലശ്ശേരി പ്രൊവിൻസിന് റാണി സിസ്റ്ററിന്റെ വേർപാട് ഏറെ ദുഃഖവും നഷ്ടവുമാണ്. പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ചിട്ടുള്ളവർ ഏറെയാണ്. സഹനത്തിനപ്പുറം കടന്നു നിൽക്കുന്ന സന്തോഷപ്രകൃതിയും സ്നേഹപ്രകൃതവും നന്മ നിറഞ്ഞ മനസ്സും ഓരോ വ്യക്തികളോടുമുള്ള വ്യക്തിപരമായ ശ്രദ്ധയും കരുതലും വളരെ മാന്യമായ പെരുമാറ്റ ശൈലിയും സംസാര രീതികളും സിസ്റ്ററിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് കാണിക്കുന്നു. ഈ അന്തിമ ശുശ്രൂഷ വേളയിൽ ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുകയും റാണി സിസ്റ്ററിന്റെ ജീവിതത്തിലേക്ക് പലരിലൂടെ കടന്നു വന്ന നന്മകളെ നന്ദിയോടെ ഞങ്ങൾ അനുസ്മരിക്കുകയും ചെയ്യുകയാണ്. നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളേറെ കടപ്പെട്ടിരിക്കുന്നത് റാണി സിസ്റ്ററിന്റെ പ്രിയപ്പെട്ട അപ്പച്ചനോടും അമ്മച്ചിയോടുമാണ്. തങ്ങളുടെ പൊന്നോമനയെ സമർപ്പണ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുകയും തങ്ങളുടെ 4 മക്കളിലെ 3 മക്കളെയും ആരാധന സഭയ്ക്ക് നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട അപ്പച്ചനോടും അമ്മച്ചിയോടുമുള്ള ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ മകള്, നമ്മുടെ റാണി സിസ്റ്റർ ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗീയ മധ്യസ്ഥയായി ഈശോയുടെ സന്നിധിയിൽ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ ജന്മം കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് ആഴമായിട്ട് വിശ്വസിക്കാം. പ്രിയപ്പെട്ട അപ്പച്ചനോടും അമ്മച്ചിയോടും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളോട്, സിസ്റ്ററിൻ്റെ സഹോദരങ്ങള്, സഹോദരിമാര് എല്ലാവരും, അതുപോലെ തന്നെ സിസ്റ്ററിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി വിദേശത്തു നിന്ന് അടുത്തെത്തിക്കൊണ്ടിരിക്കുന്ന സിസ്റ്ററിൻ്റെ സഹോദരനും സഹോദരിയും എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയും പ്രാർത്ഥനയിൽ അനുസ്മരിക്കുകയും ചെയ്യുന്നു. ഏറെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛനെയും അച്ഛനോടൊപ്പം കൊച്ചച്ഛനെയും അതുപോലെ തന്നെ ഈ കിളിയന്തറ ഇടവക ജനങ്ങളെ പലരും ഞങ്ങൾക്ക് വലിയ സഹായമായിരുന്നു. ഞങ്ങൾക്ക് പറ്റാത്ത എല്ലാ കാര്യങ്ങളും തന്നെ അവരോട് നടന്ന് ഞങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് സാന്നിധ്യം കൊണ്ട്
നന്ദിയോടുകൂടി ഓർക്കുന്നു. മദർ പ്രൊവിൻഷ്യലും ഞങ്ങളുടെ മുൻ ജനറലുമായ മദർ തെക്ലയുടെ സാന്നിധ്യവും ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ സിസ്റ്റർ ഡേസി അംഗമായിരിക്കുന്ന ജീവോദയ റീജിയണൽ സുപ്പീരിയർ സിസ്റ്റർ ആനീസിന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ജീവോദയ റീജിയനിലെ മറ്റ് സഹോദരിമാരും താമരശ്ശേരി പ്രൊവിൻഷ്യൽ സിസ്റ്റർ ചാൾസ് ട്രീസയും സഹോദരിമാരും സിസ്റ്റർ റാണിയുടെ നോവിസ് മിസ്ട്രസായ സിസ്റ്റർ മേഴ്സിറ്റായും മാനന്തവാടി പ്രൊവിൻസിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും അതുപോലെ മറ്റു പ്രൊവിൻസുകളിൽ നിന്നെല്ലാം ഇവിടേക്ക് കടന്നു വന്ന് പ്രാർത്ഥനയാലും സാന്നിധ്യത്താലും ഞങ്ങളോടൊപ്പമായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഇപ്പോൾ ഞങ്ങളുടെ ചാപ്ലിയനായ ഫാദർ തോമസ് മേൽവട്ടത്തിനെയും നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ ശ്രദ്ധയും താല്പര്യവുമെല്ലാം റാണി സിസ്റ്ററിന് ഒത്തിരിയേറെ പ്രാവശ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെയും നന്ദിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും ഇപ്പോഴ് ഈ അന്തിമ ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും ഒപ്പം തന്നെ മറ്റു കോൺഗ്രിഗേഷനിൽ നിന്നും ഇവിടെ കടന്നു വന്ന് റാണി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇനിയും എല്ലാവിധത്തിലും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ ഭവനത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ജോസ്കേരി ഹോസ്പിറ്റൽ സിസ്റ്റേഴ്സിനെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എല്ലാവരെയും പ്രാർത്ഥനയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി സ്വർഗീയ മധ്യസ്ഥയായ റാണി സിസ്റ്ററിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ സിസ്റ്റർ റാണി പോൾ പാലാട്ടിയുടെ നാമത്തിലും പാലാട്ടി കുടുംബത്തിൻ്റെ പേരിന് നന്ദിയുടെ ഒരു വാക്ക്. തൻ്റെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ തൻ്റെ പേരിൽ തുമ്പിൽ കോർത്തു പിടിച്ചുകൊണ്ട് നടത്തി പരിപാലിക്കുന്നത് പോലെ സിസ്റ്റർ റാണി പോൾ പാലാട്ടിയുടെ ജീവിതകാലം മുഴുവനും തമ്പുരാൻ തൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ച് നടത്തി പരിപാലിച്ചതിന് ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകൾക്കും പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥകളിലെ സഹനത്തിന് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തമ്പുരാൻ നൽകിയ കൃപകളെ ഓർത്തുകൊണ്ട് നന്ദി പറയട്ടെ തമ്പുരാന് ആദ്യമായി. ഒപ്പം തന്നെ ഇന്നത്തെ ഈ അവസാനത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരചന്ദ്രാച്ചന്മാർക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ വിശുദ്ധമായ ബലിയുടെ പരിക്രമത്തിനും സന്ദേശത്തിനുമൊക്കെ നന്ദി പറയുന്നു. ഒപ്പം ഈ ശുശ്രൂഷകളിൽ പങ്കുകൊണ്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾക്ക് സിസ്റ്റർ റാണി പോൾ പാലാട്ടി അംഗമായിരിക്കുന്ന സന്യാസിനി സമൂഹത്തിൻ്റെ മദർ ജനറലിനും കൗൺസിലേഴ്സിനും ഈ പ്രോവിൻസിൻ്റെ പ്രവർത്തന സിസ്റ്റർ പ്രൊവിൻഷ്യാവിനും നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾക്കും സഹായത്തിനും സഹകരണത്തിനുമെല്ലാം. അതോടൊപ്പം തന്നെ പ്രത്യേകമായി ജോസ്കരി കമ്മ്യൂണിറ്റിയുടെ സിസ്റ്റർ സുപ്പീരിയറും കമ്മ്യൂണിറ്റിക്കും ഞങ്ങൾ നന്ദി പറയുന്നു. സിസ്റ്ററിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ നിങ്ങൾ നൽകിയ പ്രാർത്ഥനകൾക്ക്, സഹായങ്ങൾക്ക്, സഹകരണങ്ങൾക്ക്, ശുശ്രൂഷകൾക്ക്, രോഗത്തിൻ്റെ അവസ്ഥകളിൽ വിവിധ സമയങ്ങളിലായി ശുശ്രൂഷിച്ച ജോസ്ഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനും പ്രത്യേകമായി അവസാന കാലങ്ങളിൽ ശുശ്രൂഷ നൽകിയ ജോസ്ഗിരി ഹോസ്പിറ്റലിലെ സ്റ്റാഫിനും പ്രത്യേകമായി നന്ദി പറയുന്നു. സിസ്റ്ററാംഗമായിരിക്കുന്ന പ്രോവിൻസിലെയും മറ്റു പ്രോവിൻസിലെയും
അംഗങ്ങൾ, സന്യാസിനി സമൂഹങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി പറയട്ടെ. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന വൈദികർക്കും മറ്റ് സന്യാസി സമൂഹത്തിലെ അംഗങ്ങൾക്കും നന്ദിയോടെ ഓർക്കുകയാണ്. ഒപ്പം കുടുംബത്തിലെ ബന്ധുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് നൽകിയ മാതൃകൾക്ക് സ്നേഹത്തിന് സംരക്ഷണത്തിന് നന്ദി. തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ബന്ധാവിലേക്ക് പിടിച്ചുയർത്തിയ ആത്മീയ പിതാക്കന്മാർക്കും വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടും അനുരഞ്ജന കുദാശയിലൂടെയും തൻ്റെ ജീവിതത്തിലെ ആത്മീയമായ ജീവിതത്തെ ഉണർത്തിയ വൈദികർക്കും ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവർക്കും നന്ദിയോടെ ഓർക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഒരുമിക്കാം എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ തത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു, അതെത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം അങ്ങയുടെ തിരുമുൻപിൽ എത്ര നിസ്സാരവുമാകുന്നു. ജീവിതം പോലെ കടന്നു പോകുന്നു, മനുഷ്യനോ ഭൂമിയിൽ നിക്ഷേപം കൊടുക്കുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. കർത്താവേ, അങ്ങല്ലാതെ ആരെനിക്ക് ആശ്രയം? തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എനിക്കുള്ള ശിക്ഷയെല്ലാം വിളച്ചു തരണമേ, പാപത്തിനുള്ള ശിക്ഷയെ ഞാൻ തളർന്നിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്ന് എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, നിനക്ക് ഞാൻ വന്ദനം പറയുന്നു. എനിക്ക് അന്തിമ അഭിവാദനം അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന എൻ്റെ സഭാംഗങ്ങളെ, ബന്ധുമിത്രങ്ങളെ, ഞാൻ എൻ്റെ നിത്യഭവനത്തിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ലോകം വിട്ടുപോയിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാല സത്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നീതിമാന്മാർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ എന്റെ അനുഗ്രഹത്താൽ നിന്റെ മാതാവായ നിയാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശിഖാവരുടെ ഇയാളെ ഇതിന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതേനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിയാൽ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യരും നിൻ അണയട്ടെ ഞാൻ.
യാത്ര. എന്നുമെന്നേക്കും സഹജന്മാരേ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി, ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം. വിധിനാളുയരും മോഹനഗാനം, അതു കേട്ടുണരും മൃതരെല്ലാരും. ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു,
വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെതിരേൽപ്പിനവൻ നമ്പരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ രൂപിയെ അയക്കുക, അവ സൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ, പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം. ധനികന്മാരും ഈശ്വരുമൊപ്പം പ്രതിഫലമതിനായി പായുന്ന നിശം. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു. ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിധമണഞ്ഞു. മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. നീ അവർക്ക് പാനീയം കൊടുത്തു. വൈദാഹത്താൽ വലയും ദരതൻ നീരുറവകളെ സ്നേഹന്മാരെ നിങ്ങളണയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണമഭയം ഞങ്ങൾക്കുലകിൽ. വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപോഷിതവും സന്യാസവധാനുഷ്ഠാനത്താലും ഗൃഹീതവുമായ ശരീരത്തിന് ലോകാവസാനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം വിശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സൂപ്പാ കൊണ്ടെന്നെ തെളിക്കണമേ, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മലനാകും. കർത്താവേ, അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കുകയും ഈ കബറിടം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പുത്രനെ സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പോലെ നീ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ഇതുവരെ ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു. ഇനി ദൈവത്തിന്റെ മാലാഖമാർ അങ്ങേ അനുഗമിച്ചുകൊള്ളും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നരുളി ചെയ്ത ദൈവം വിധി ദിവസത്താൽ അങ്ങേ ഉയർപ്പിച്ച് തന്റെ വലത്ത് ഭാഗം നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ത്യാഗപരമായ സന്യാസ ജീവിതത്തിനും ദൈവം പ്രതിഫലം നൽകട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പശ്ചാത്തപിക്കുന്ന പാപികളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മനുഷ്യരെ വിശുദ്ധീകരിക്കുകയും മാലാഖമാരോട് കൂടെ സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കർത്താവേ, എല്ലാ തലമുറയിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യരെ അങ്ങ് ഒഴിയാളിലേക്ക് ബന്ധിരിക്കുകയും നിങ്ങൾ പശ്ചാത്തപിക്കുന്നതെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ നീക്കുവാമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രനെ ഉറപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധി ദിവസത്തിൽ ഞങ്ങളുടെ റാണി കൃഷ്ണനെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സത്യവിശ്വാസത്തോടുകൂടി മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ ഉത്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ നിന്ന് വേർപിരിഞ്ഞു പോയ റാണി സിസ്റ്റർക്ക് മഹനീയമായ ഉയർപ്പും അനശ്വരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇയാൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ഇയാളെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ഇയാളിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദവരം ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ.
കീർത്തനം പാടാൻ നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച്